ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സിൽവർ സ്ട്രോമിൽ പോയ ഒരു കഥയാണ് പറയാൻ പോണത്. ഞങ്ങൾ സിൽവർ സ്ട്രോമിൽ ഹോളിഡേ ഒക്കെ ഒഴിവാക്കിയിട്ട് ശനി ഞായറൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു തിങ്കളാഴ്ചയാണ് പോയത്. നമ്മുടെ എയിമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അധികം ആളൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ സിൽവർ സ്ട്രോമും സ്നോ സ്ട്രോമും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 900 ചില്ലാൻ രൂപ ഒരാൾക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേര് ബുക്ക് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് 4 സ്കൂളിൽ നിന്നുള്ള പിള്ളേർ അവിടെ വന്നിരുന്നു. എസ്പെഷ്യലി തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം സിൽവർ സ്ട്രോം നിറയെ കുട്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സ്നോ സ്ട്രോമിലാണ് കയറാൻ പോയത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ഇപ്പോൾ ഫുള്ളാണ്, നിങ്ങൾ ബെറ്റർ വൈകുന്നേരം കയറുകയായിരിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ സിൽവർ സ്ട്രോമിൽ കയറിയാണ്. അപ്പോൾ സിൽവർ സ്ട്രോമിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കുന്നതിന് 300 രൂപയാണ് ഒരു ഫോട്ടോനെ അവർ ഈടാക്കുന്നത്. നമുക്കത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വേണമെങ്കിൽ ആ ഫോട്ടോ മേടിക്കുക, ഇല്ലെങ്കിൽ മേടിക്കണ്ട. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോർ റൂമിലേക്ക് പോയാണ്. അപ്പോൾ സ്റ്റോർ റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റോറും ചെറിയൊരു താക്കോലൊക്കെ തരും. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെക്കാം. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജേഴ്സി അതുപോലെ ഷോർട്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ ഒന്നും മേടിച്ചില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ റൈഡുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈടത്തിൻ്റെ റൈഡാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ നമുക്ക് ഈ കാണുന്ന ലാൻഡ് റൈഡ്സ് ആണ് ആദ്യം കാലത്ത് ഉണ്ടാവുക. അതിനുശേഷം ഏകദേശം 10-12 മണിയാവുമ്പോഴാണ് വാട്ടർ റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈടത്തിൻ്റെ ചെറിയൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഈടത്തിനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ അതിരപ്പള്ളി ഭാഗത്തൊക്കെ പോകുമ്പോൾ ഈടത്തും എഡു എപ്പോഴും പറയാറുണ്ട്, ഈ പറഞ്ഞ സിൽവർ സ്ട്രോമിൽ പോകണം. ഡ്രീം വേൾഡിൽ നമ്മൾ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വണ്ടർലയിൽ പോയിട്ടുണ്ട്. അപ്പോൾ സിൽവർ സ്ട്രോമിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ സിൽവർ സ്ട്രോമിൽ പോകണമെന്ന് പറഞ്ഞ കാരണമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ എനിക്കിത് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടർലയിൽ പോയിട്ടുണ്ട്, ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ട്, ബ്ലാക്ക് തണ്ടറിൽ പോയിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സിൽവർ സ്ട്രോം അത്ര രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്ര ലാൻഡ് റൈഡ്സോ അല്ലെങ്കിൽ വാട്ടർ റൈഡ്സോ ഒന്നും അധികം ഉള്ളതായിട്ട് വണ്ടർലേ ഡ്രീം വേൾഡൊക്കെ കണക്കിലെടുക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ റേറ്റ് ആണെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ടും ഫീൽ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്നോ സ്ട്രോം തന്നെയാണ്. വേറൊന്നും ഞാൻ ആപ്പാട് ഗോവയിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സ്നോ സ്ട്രോം അനുഭവിച്ചിട്ടുള്ളൂ.